ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഷോർട്ട് സ്ട്രാഡിൽ എന്നാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിരുന്നത് ലോങ് സ്ട്രാഡിലായിരുന്നു. ലോങ് സ്ട്രാഡിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എപ്പോഴാണ് അപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഷോർട്ട് സ്ട്രാഡിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ ചില കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ആ ധാരണ കേസ് നമ്പർ 1 നമ്മൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ന്യൂട്രൽ സോണിലായിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 15,000 റീജിയനിൽ തന്നെ എൻഡ് ആവും അല്ലെങ്കിൽ ക്ലോസ് ആവും മാർക്കറ്റ് എക്സ്പയറി ഡേറ്റിൻ്റെ അന്ന് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ വ്യൂ എങ്കിൽ നമുക്ക് ഷോർട്ട് സ്ട്രാഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഹൈ ഐ വി ഉണ്ടാകുന്ന ടൈമിൽ. ഹൈ ഐ വി ഉണ്ടാകുമ്പോൾ എന്തായാലും വോളറ്റൈൽ ഉണ്ടാവും, പക്ഷേ പ്രീമിയംസ് ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ പ്രീമിയംസ് ഡൗൺ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ കൂടുതലും ഇത് ഉപയോഗിക്കാറ്. ഓക്കെ, മാർക്കറ്റ് ഒരു ന്യൂട്രൽ പൊസിഷനിലാണ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും എന്നുള്ളൊരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം വാല്യൂവിനെ നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം തീറ്റ വാല്യൂ ഡിക്രീസ് ആവുന്നുള്ളത്, അതായത് എക്സ്പയറിയുടെ അടുത്തുകൊണ്ടിരിക്കും തോറും നമ്മളെ പ്രീമിയം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കും എന്നറിയാം. നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ പ്രീമിയം നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ ആ റീജിയനോട് അടുത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രീമിയം നമുക്ക് മെൽറ്റായി കിട്ടും. ഓക്കെ, നമ്മൾ തീറ്റ വാല്യൂ ഡിക്രീസ് ആവുന്നതുകൊണ്ട് മെൽറ്റായി കിട്ടും. ഓക്കെ, അപ്പോൾ ആ അഡ്വാൻറ്റേജ് നമുക്ക് മുതലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെല്ലിങ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 15,000 CE എന്നുള്ളത് അല്ലെങ്കിൽ 15,000 എന്നുള്ളത് അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ 15,000 CEയും 15,000 PEയും സെല്ല് ചെയ്തു, ഷോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം ആണ് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 100 രൂപ പ്രീമിയം നമ്മൾ കളക്ട് ചെയ്തു, ഈ PEൻ്റെ പ്രീമിയം നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ടോട്ടൽ കളക്ട് ചെയ്തത് 200 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു അപ്പർ ബ്രേക്ക് ഈവണും ലോവർ ബ്രേക്ക് ഈവണും ഉണ്ടാവും, നമ്മൾ ലോങ് സ്റ്റാർട്ടിൽ പറഞ്ഞ അതേപോലെ. ഓക്കെ, ടോട്ടൽ പ്രീമിയം പ്ലസ് നമ്മുടെ സ്ട്രൈക്ക് അപ്പർ ബ്രേക്ക് ഈവൺ കിട്ടും, ലോവർ ബ്രേക്ക് ഈവണിന് നമ്മുടെ സ്ട്രൈക്ക് മൈനസ് നമ്മൾ കളക്ട് ചെയ്ത പ്രീമിയം. ഓക്കെ, 14,800. ഇപ്പോൾ നമ്മൾ 15,200 ക്ലോസ് ചെയ്യുന്നത് എങ്കിൽ നമുക്കറിയാം 15,000 വാങ്ങുകയാണ്, 100 രൂപ പ്രീമിയം ആണെങ്കിൽ വെറും സി വാങ്ങുകയാണെങ്കിൽ നമ്മളെ ബ്രേക്ക് ഈവൺ എന്ന് പറഞ്ഞാൽ 15,100 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 15,200 എൻഡ് ആവുക എന്നുണ്ടെങ്കിൽ ഈ പ്രീമിയം 0യിലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PE ആണ്. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും, ഇത് മെൽറ്റ് ചെയ്തിട്ട് 0 ആവും. അതായത് 200 പോയിൻറ്റ് നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. അതായത് 15,200 ആയിരിക്കും നമ്മളെ ബ്രേക്ക് ഈവൺ പോയിൻറ്റ്. ഇതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ആയിരിക്കും 14,800 റേഞ്ചിലും. 14,800 റേഞ്ച് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് 15,000 PE ആണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് എങ്കിൽ ഓക്കെ, നമുക്ക് 14,900 വരെയാണ് ബ്രേക്ക് ഈവൻ. ഇപ്പോൾ നമ്മൾ 14,800 ആയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു CE 15,000 CE എന്നുള്ളത് മെൽറ്റ് ചെയ്തിട്ട് 0 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 100 കൂടി അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. ബട്ട് ഇത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് CE എന്താണ് PE എന്ന് അറിയുന്നവർക്ക് ക്ലിയർ ആയിട്ട് കലങ്ങും. ഓക്കെ, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ 100 രൂപേൻ്റെ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ നിങ്ങളൊരു സാധനം സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രീമിയം 10 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യുന്നതുകൊണ്ട് ആ 10 രൂപ പ്രീമിയം നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ നമ്മളെ കാഴ്ചപ്പാടിൽ 100 രൂപയ്ക്ക് താഴെ നിൽക്കൂ എന്നാണ്. ഓക്കെ, അത് 106 അവസാനിച്ചാലും നമുക്ക് എത്ര രൂപയാണ്, 4 രൂപ പ്രോഫിറ്റാണ്. കാരണം എന്താ, നമ്മൾ 10 രൂപ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയിൽ എക്സാക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഓക്കെ, നമ്മളെ ഐ ബട്ടണിൽ അത് കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിയും പിയും കുറിച്ച് എക്സാക്റ്റ് ധാരണയാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ചാർട്ടിലേക്കും കൂടി പോവാം. ഓക്കെ, കാരണം എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് വരിക എന്നുള്ളത് കൂടി നമുക്കൊന്ന് കാണിച്ചു തരാം. സ്ട്രാറ്റജി ബിൽഡറാണ്. ഓക്കെ, എക്സ്ട്രാ ഡിഫൈൻഡ് ഹെഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ അത് നിഫ്റ്റി എടുത്തു, അതിൽ നമ്മൾ ഓപ്ഷൻസിലാണ് എടുക്കുന്നത്. ഓപ്ഷൻസിൽ 25 മാർച്ചാണ് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ഓപ്ഷൻ സ്ട്രൈക്ക് നമ്മളിപ്പോൾ 14,800 എടുക്കുക, കാരണം അതൊരു ഏകദേശം അറ്റ് ദ മണി റേഞ്ചാണ്. അപ്പോൾ നമ്മൾ 14,800 എടുക്കുന്നു. ഓക്കെ, 14,800 സ്ട്രൈക്ക് പ്രൈസ്. നമ്മളെന്താ ചെയ്യുന്നത്, സെല്ലാണ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ PEയും സെല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പൊസിഷനും നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, നമ്മളിതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ റിസ്കിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, 14,744 ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. 14,800 സ്ട്രൈക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടോ, ഈ ഒരു സ്ട്രൈക്കിൻ്റെ പ്രൈസ് ഇവിടെ 127 രൂപയാണ്, 14,800 PEൻ്റെ 178 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും 14,500 മുകളിൽ ഈ മാർക്കറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ഈ കുറച്ച് ദിവസം, അപ്പോൾ 14,500 മാർക്കറ്റ്
എൻഡ് ആവുകയാണ്. എക്സ്പയറി ഡേറ്റിൻ്റെ ഉള്ളിൽ 14,500 മുകളിലാണ് എൻഡ് ആവുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അതുപോലെ 15,100 ഉള്ളിലാണ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ആവുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് എക്സ്പയറി ഡേറ്റിൻ്റെ ഒന്ന് ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടുക 14,800 അടുത്ത് വന്നിട്ട് ക്ലോസ് ആയാലാണ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 2 പ്രീമിയം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ റീജിയൻസ് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ഈവൻസ്, അതാണ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കേണ്ടുള്ള ഗുണം ഇതാണ്. ഓക്കെ, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ ഇൻറ്റു ലോട്ട് സൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏകദേശം പ്രോഫിറ്റ് കിട്ടും. നമ്മളുടെ മാക്സിമം ലോസ് എന്നുള്ളത് അൺഡിഫൈൻഡ് ആണ്. നിങ്ങൾക്ക് സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവും. ആ റീജിയൻ താഴത്തേക്ക് പോവുകയാണെങ്കിൽ എത്രത്തോളം താഴത്തേക്ക് പോകുന്നോ അത്രത്തോളം ലോസ് ആയിരിക്കും. അത് നമ്മൾ സെല്ലിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രശ്നമാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശ ധാരണ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചുമ്മാ ഒന്ന് പറയുകയാണ്. ഓക്കെ, ഒരു സ്ട്രക്ചർ കിട്ടി എന്ന് വിചാരിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു, മാക്സിമം ലോസിൻ്റെ കണ്ടീഷൻ എന്താണ്, ബ്രേക്ക് ഈവൻസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷോർട്ട് സ്റ്റാഡിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചൊരു ധാരണ തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു റീജിയനിൽ നമ്മൾ പ്ലാൻ ചെയ്യാണ് 18,800 ലെവലിൽ ക്ലോസ് ചെയ്യും, മാർക്കറ്റ് ക്ലോസ് ചെയ്യും എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ്പയറി ഡേറ്റിൻ്റെ അന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഷോർട്ട് സ്റ്റാഡിൽ അപ്ലൈ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് സ്റ്റാഡിൽ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇത് 18-ൻ്റെ ഏകദേശം 12-10 ക്യാൻഡിലാണ്. ഈ ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്തപ്പോൾ 98 പോയിൻറ്റോളം താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പോവും, 14,800 സ്ട്രൈക്ക് പോവും. എന്നിട്ട് അവിടെ 12-10, 18-ന് 12-10-ന് 18-12-10 ഇതാണ് ക്യാൻഡിൽ. ഏകദേശം 148 റേഞ്ചിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്. ഓക്കെ, 30 റേഞ്ച്, 30 പോയിൻ്റ് അപ്പിൽ നമ്മൾ സെല്ല് ഇരിക്കുന്നത് ഏകദേശം 148 റേഞ്ചിലാണ്, എൻഡ് ഇരിക്കുന്നത് 178 റേഞ്ച്. അപ്പോൾ 30 പോയിൻറ്റിൻ്റെ ലോസാണ് ഇവിടെ വന്നിരിക്കുന്നത്, കാരണം നമ്മൾ സെല്ല് ചെയ്തത് കൊണ്ട്. ഇനി നമുക്ക് ഇത് 14,800 പി ആണ്. നമുക്കിനി സി നോക്കാം. സി 12-10 ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-ാം തീയതി ഈ റീജിയനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ, ഇതിൻ്റെ 75 രൂപയാണ് മൈനസ് വന്നിരിക്കുന്നത്. അതായത് സെല്ല് ചെയ്തുകൊണ്ട് 75 രൂപ ഇവിടെ പ്രോഫിറ്റാണ്, ഇവിടെ 30 രൂപ ലോസാണ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 45 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഫ്രൈഡേ വരെ ഹോൾഡ് ചെയ്താൽ തന്നെ 45 റുപ്പീസ് ലാഭമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വീണ്ടും ഈ റീജിയനിലാണ് നിൽക്കുന്നത് എങ്കിൽ എത്രത്തോളം ഈ റീജിയനിൽ നിൽക്കുന്നോ അത്രത്തോളം നമ്മളെ പ്രീമിയം മെൽറ്റ് ആവും. ഈ ഒരു റേഞ്ചും നമുക്ക് ഇവിടെ 30 എന്നുള്ളത് വീണ്ടും കുറഞ്ഞ് നമുക്ക് 0-ലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവിലേക്കോ മാറാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ബിഗ് മൂവ് ഇവിടുന്ന് ഈ ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ ഒരുപാട് നഷ്ടമായിരിക്കും. കാരണം ഈ ഒരു റീജിയനിലേക്ക് എത്തിയെന്ന് വിചാരിക്കും. ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ അടുത്ത ദിവസത്തെ ക്യാൻഡിലാണ്. ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51 റീജിയനാണ്. ഇതിപ്പോൾ ഏകദേശം ഇവിടുന്ന് 51 റീജിയനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 151 നമുക്ക് ഈ ഒരു കേസിൽ നോക്കി നോക്കാം. ഇത് അത്രയും താഴത്തേക്ക് വന്നപ്പോൾ 151 രൂപ അവിടെ പ്രോഫിറ്റ് തന്നു. ഇത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 334 രൂപ ലോസാണ്. അപ്പോൾ ഏകദേശം 180 രൂപയോളം ഇതിൽ ലോസാണ് ടോട്ടലി കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. ഒരു സൈഡിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ഷണൽ മൂവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലോസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സൈഡ് വൈസ് മൂവോ ഒരു ന്യൂട്രൽ മൂവോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റും വരും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രാറ്റജീനെ കുറിച്ചൊരു ധാരണ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഐ വിൻ്റെ കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഐ വി നമ്മളെങ്ങനെ യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വി കൂടുതലാണെങ്കിൽ പ്രീമിയം വാല്യൂ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഐ വി ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രീമിയം വാല്യൂ ഡിക്രീസ് ചെയ്യും. അത് നല്ല വോളട്ടൈലായിരിക്കും ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രീമിയം കളക്ഷനും നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും, കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെന്തായാലും ഈ ജേണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം ബേസിക്സ് ലെവലാക്കി വയ്ക്കുക, എന്നിട്ട് മുന്നോട്ട് വരിക. ഓക്കെ, ഇത് കണ്ട ഉടനെ സ്ട്രാറ്റജീസ് ഒന്നും അപ്ലൈ ചെയ്യരുത്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അല്ലെങ്കിൽ നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോക്കായിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനാണെങ്കിൽ അങ്ങനെയും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.